ഇവിടെ ഈ പൈലറ്റിനെ പറ്റിയോ സഹ പൈലറ്റിനെ പറ്റിയോ ആർക്കും പരാതിയില്ലെന്ന് മാത്രമല്ല, പൈലറ്റൊക്കെ 8000 hours ഈ പറഞ്ഞ ഫ്ലൈയിങ് എന്താണ് ആ പരിചയമുള്ളവരാണ്. ഈ ബോയിങ്ങിൽ തന്നെ 1000 hours മണിക്കൂറുകൾ പറന്ന അനുഭവമുള്ളവരാണ് എന്നൊക്കെ പറയുമ്പോൾ പോലും ഈ പറയുന്ന ഒരു സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയറിലോ അല്ലെങ്കിൽ ലിവർ മാറുന്നതിലോ അല്ലെങ്കിൽ ലിവർ വലിക്കുന്ന ആ സമയത്ത് ചെയ്യേണ്ട ഒരു ജോലി ചെയ്യാതിരിക്കുന്നതും ഒക്കെ റയറസ്റ്റ് ഓഫ് ദ റയറായി എത്ര പരിശീലനം കിട്ടിയ പൈലറ്റുമാർക്കാണെങ്കിലും സംഭവിക്കാൻ വേണമെങ്കിൽ, അല്ലെ ശ്രീ മാക്സ് സോവി? ശരിയാണ്. ഏവിയേഷൻ ആക്സിഡന്റ്സിന്റെ ഒരു അവലോകനം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അതൊരു ഹ്യൂമൻ ഫാക്ടർ എന്ന് പറഞ്ഞാൽ വലിയൊരു ഘടകമാണ് അതിൽ. പക്ഷെ ഈ ആക്സിഡന്റിൽ അങ്ങനെ ഒരു സാധ്യത വളരെ കുറവാണ്. കാരണം എന്ന് പറഞ്ഞാൽ ഇത് ടേക്ക് ഓഫ് ചെയ്ത് ഏകദേശം 1/2 മിനിറ്റിനുള്ളിൽ ഈ എയർക്രാഫ്റ്റിന്റെ പവർ ലൂസ് ചെയ്തെന്നാണ് നമുക്ക് ആ ടേക്ക് ഓഫ് വീഡിയോയിൽ കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. എയർക്രാഫ്റ്റിന്റെ ആറ്റിറ്റ്യൂഡ്, ടേക്ക് ഓഫ് ചെയ്യുന്ന എയർക്രാഫ്റ്റ് ഏകദേശം ഒരു 3 ഡിഗ്രി ആംഗിളിലാണ് ഇനീഷ്യൽ ക്ലൈംബ് ചെയ്യുക. അത് ഞാൻ പറഞ്ഞതുപോലെ ഒരു 2000 അടി ഒരു മിനിറ്റിൽ വരെ ക്ലൈംബ് ചെയ്യും. അപ്പൊ എയർക്രാഫ്റ്റിന്റെ പൊസിഷൻ എപ്പോഴും ഇങ്ങനെ നോസ് അപ്പ് ആയിട്ടുള്ള പൊസിഷൻ, ആ പൊസിഷൻ ക്രാഷ് ലാൻഡ് ചെയ്യുന്ന ആ പോയിന്റ് വരെ അത് ചേഞ്ച് ചെയ്തിട്ടില്ല, ഡയറക്ഷൻ ചേഞ്ച് ചെയ്തിട്ടില്ല. ഉദാഹരണത്തിന് ഇതിനു മുമ്പ് ഒരു A320 നിയോ പുതിയ എയർക്രാഫ്റ്റ് ക്രാഷ് ചെയ്തിരുന്നു. എനിക്കൊന്ന് ആഫ്രിക്കൻ കൺട്രിയിൽ എവിടെയായിരുന്നു. ആ മോഡൽ പുറത്തിറങ്ങിയ അപ്പൊ തന്നെ ഏതോ അധികം സമയം കഴിയാതെ. അപ്പൊ അതില് ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ എയർക്രാഫ്റ്റിന്റെ ക്യാപ്റ്റൻ ടെക്നിക്കലി ഇറ്റ്സ് കോൾഡ് ആംഗിൾ ഓഫ് അറ്റാക്ക് എന്ന് പറയും. നോസ് കുറച്ച് അപ്പായിട്ട് ഇടും. എന്ന സമയത്ത് മുന്നിൽ വരുന്ന കാറ്റിന്റെ ശക്തി കൊണ്ട് അതിന്റെ കോമ്പനന്റ്, വെർട്ടിക്കൽ കോമ്പനന്റ് ഉണ്ട്, എയർക്രാഫ്റ്റിന് കുറച്ച് ഹൈറ്റ് ഗെയിൻ ചെയ്യും, ആൾട്ടിറ്റ്യൂഡ് ഗെയിൻ ചെയ്യും. അതൊരു ടെക്നിക്കാണ്. അങ്ങനെ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഓവറായിട്ട് അങ്ങനെ നോസ് അപ്പായി കഴിഞ്ഞാൽ ഈ പറയുന്ന ഡ്രാഗ്, ഫ്രിക്ഷണൽ ഫോഴ്സ് കൊണ്ട് ഡ്രാഗ് കൊണ്ട് എയർക്രാഫ്റ്റ് ഹൈറ്റ് ലൂസ് ചെയ്യും. അപ്പൊ അതൊരു ബാലൻസ് ആയിട്ട് ചെയ്യേണ്ട ഒരു പ്രോസസ്സാണ് അത്, ഈ ആംഗിൾ ഓഫ് അറ്റാക്ക് കൺട്രോൾ ചെയ്യാന്നുള്ളത്. അപ്പോ ചിലപ്പോൾ അത് ഈ ഫ്ലാപ്പിന് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ, ഇപ്പോൾ ഒരു ഇൻക്രീസ്ഡ് ലെവൽ ഓഫ് ആംഗിൾ കൂടുതലാണെങ്കിൽ എയർക്രാഫ്റ്റ് ഹൈറ്റ് ഗെയിൻ ചെയ്യുന്നതിന് വരെ സ്റ്റാൾ ചെയ്യും. അതാണ് അന്ന് എത്യോപ്യയിൽ എവിടെയോ ക്രാഷ് ഉണ്ടായത്, A320 നിയോ ക്രാഷ് ചെയ്തതിന് സംഭവിച്ചത്. അത് ഓട്ടോമാറ്റിക് ആയിട്ടുള്ള ഒരു സംവിധാനം അതിലുണ്ടായിരുന്നു. എയർക്രാഫ്റ്റ് ആംഗിൾ ഓഫ് അറ്റാക്ക് കൂടിയപ്പോൾ സ്റ്റാൾ ചെയ്യാൻ തുടങ്ങിയപ്പോൾ നോസ് ഡൗൺ ആവും. അത് ഒരു ഓട്ടോ പൈലറ്റ് സിസ്റ്റം വെച്ച് നോസ് ഡൗൺ ആയിക്കൊണ്ട് അത് അതിന്റെ സ്പീഡ് കൂട്ടാൻ വേണ്ടിയിട്ട് വേണ്ട. അപ്പൊ അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് നോസ് ഡൗൺ ആയി അങ്ങനെ ഫൈനലി എയർക്രാഫ്റ്റ് ഗ്രൗണ്ട് കോൺടാക്റ്റിൽ വരിക ചെയ്തത്. അതുപോലെ എന്തെങ്കിലും ടെക്നിക്കൽ ഫാക്ടേഴ്സ് ഇതിലുണ്ടോ എന്നുള്ള കാര്യം നമുക്ക് പിന്നീട് പരിശോധിച്ചാൽ മാത്രമേ മനസ്സിലാവുള്ളൂ. പക്ഷെ ഇത് നമുക്ക് നിഗമനത്തിലെത്താൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇത് തന്നെയാണ്, എഞ്ചിൻ ഫെയിലിയർ എന്തുകൊണ്ടുണ്ടായി എന്ന ചോദ്യമാണ് ഒരു അവശേഷിക്കുന്നത്. പക്ഷെ റൺവേയിൽ ഒരു ബേർഡ് ഹീറ്റിന്റെ സിമ്പിൾസ് ഒന്നും ഇത് ടേക്ക് ഓഫ് ചെയ്ത് അധികം സമയം എടുത്തില്ല, ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ സംഭവിച്ചില്ല. അപ്പോൾ ഇത് ഗുരുതരമായ, അല്ലെങ്കിൽ വിമാനം അങ്ങനെ താഴേക്ക് പതിക്കുന്ന രീതിയിലുള്ള എഞ്ചിൻ ഫെയിലിയർ ആണെങ്കിൽ 800 മീറ്റർ ഉയരുമോ എന്നൊരു ചോദ്യം കൂടി ഉണ്ടല്ലോ സാർ. ഉയരും. കാരണം എഞ്ചിൻ ഫെയിലിയർ എപ്പോ വേണമെങ്കിൽ സംഭവിക്കാം. ചിലപ്പോൾ ഫ്യൂൽ ലൈൻ കട്ട് ഓഫ് ആയിട്ട് സംഭവിക്കും. ഒരുപാട് കാര്യങ്ങളുണ്ട് എഞ്ചിൻ ഫെയിലിയർ സംഭവിക്കാൻ വേണ്ടിയിട്ട്. ഈ എയർക്രാഫ്റ്റ് ഞാൻ പറഞ്ഞില്ലേ, ഈ റൺവേയില് 3505 മീറ്ററുള്ള റൺവേയിൽ ഈ എയർക്രാഫ്റ്റിന് ടേക്ക് ഓഫ് ചെയ്യാൻ വേണ്ട ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ അപ്രോക്സിമേറ്റ്ലി 2600 മീറ്റർ മതി. ഏകദേശം റൺവേയുടെ ഒരു 60% ലെങ്ത് ഓടിയപ്പോഴേക്കും വിമാനം ടേക്ക് ഓഫ് ചെയ്തു. അതിന് ഇനഫായിട്ടുള്ള പവർ അത് ഗെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ അവിടെയൊന്നും പ്രശ്നമില്ല. പിന്നെ ആ എയർക്രാഫ്റ്റ് എന്റെ മുമ്പ് സംസാരിച്ച ഒരുപക്ഷെ അദ്ദേഹം ഫ്ലൈറ്റ് എഞ്ചിനീയർ ആയിരിക്കും, അല്ല പൈലറ്റ് ആണോ എന്ന് അറിയില്ല. അദ്ദേഹം പറഞ്ഞു ഈ അണ്ടർ കാരേജ് റിട്രീറ്റ് ചെയ്യാത്തതിന്റെ ഒരു ഇഷ്യൂ പറഞ്ഞു. സാധാരണ ഞാൻ 38 വർഷം എയർ ട്രാഫിക് കൺട്രോളിൽ ഇരുന്ന ഒരു ഉദ്യോഗസ്ഥനാണ്. ഒരുപാട് 10,000-കണക്കിന് ടേക്ക് ഓഫും ലാൻഡിങ്ങും നേരിട്ട് കണ്ടിട്ടുണ്ട്. ഏകദേശം ഒരു 1000 അടിയൊക്കെ പോകുമ്പോഴാണ് ഇത് റിട്രീവ് ചെയ്യാൻ പൈലറ്റ് ശ്രമിക്കുന്നത്. ഈ റിട്രീവ് ചെയ്തില്ല എന്ന് വിചാരിച്ചിട്ട് എയർക്രാഫ്റ്റ് ഇതേപോലെ ക്രാഷിലേക്കൊന്നും ഒരിക്കലും പോകൂല. കാരണം എഞ്ചിൻ പവർ എന്ന് പറഞ്ഞാൽ ഈ എയർക്രാഫ്റ്റ് ഈ 2 എഞ്ചിനുള്ള വിമാനത്തിന്റെ ഒരു എഞ്ചിൻ ഫെയിലിയർ ആയാലും ഇത് മണിക്കൂറുകളോളം പറക്കാൻ പറ്റും. ഈ ടേക്ക് ഓഫ് ചെയ്യുന്ന സമയത്താണ് ഏറ്റവും കൂടുതൽ പവർ ആവശ്യമുള്ളത്. ആ സമയത്ത് എഞ്ചിൻ ഫെയിലിയർ ഉണ്ടെങ്കിൽ ഇറ്റ് ഈസ് ക്രിട്ടിക്കൽ. കാരണം ഞാൻ പറയുന്ന ഈ V1 എന്ന് പറയുന്നത് ക്രിട്ടിക്കൽ വെലോസിറ്റിയുടെ താഴെയാണ് എഞ്ചിൻ ഫെയിലിയർ എങ്കിൽ ഒരിക്കലും ടേക്ക് ഓഫ് ചെയ്യാനുള്ള പവർ ഉണ്ടാവില്ല. അത് V1 വെലോസിറ്റി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതിനെ സുഗമമായി ടേക്ക് ഓഫ് ചെയ്തിട്ട് ലാൻഡ് ചെയ്യുക. വേണമെങ്കിൽ അടുത്ത നിയറസ്റ്റ് എയർഡ്രോമിൽ പോയി ലാൻഡ് ചെയ്യാൻ പറ്റും. അങ്ങനെ ഒരു പ്രൊസീജിയർ തന്നെയാണ്, SOP തന്നെ ഉണ്ട് അതിനോട് സിംഗിൾ. അതൊന്നും ഒരു ഫാക്ടറാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇതിപ്പോ 600 ഫീറ്റ് ആണ് എയർക്രാഫ്റ്റ് മാക്സിമം ഗെയിൻ ചെയ്ത ഹൈറ്റ്. അത് കഴിഞ്ഞിട്ട് അദ്ദേഹം ആ എയർക്രാഫ്റ്റിന്റെ ആംഗിൾ ചേഞ്ച് ചെയ്യാതെ ഇൻക്ലൈൻഡ് ആയിട്ട് തന്നെ വെച്ചതിന് ഒരു കാരണം എന്ന് പറഞ്ഞാൽ സ്റ്റാളിംഗ് സ്പീഡ് കുറച്ച് കുറയും. അങ്ങനെ വരുമ്പോൾ കുറച്ചും കൂടി ആ എയറിന്റെ വെലോസിറ്റി കൊണ്ട് എയറിന്റെ ഒരു വെർട്ടിക്കൽ കോമ്പനന്റ് ഒരു ലിഫ്റ്റ് പ്രൊഡ്യൂസ് ചെയ്യും, മാക്സിമം ഫ്ലോട്ട് ചെയ്യാൻ പറ്റും. അതുകൊണ്ടായിരിക്കും അതിന്റെ ആറ്റിറ്റ്യൂഡ് പോലും ചേഞ്ച് ചെയ്യാൻ പറ്റാത്തത്.
പിന്നെ വേറെന്താ പറയാനുള്ളത്, എനിക്ക് തോന്നിയില്ല ഇതിപ്പോ യഥാർത്ഥ ടെക്നിക്കൽ റീസൺ എന്തുകൊണ്ടാണ് ഫെയിലിയർ ആയത് എന്ന് അനലൈസ് ചെയ്താൽ മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. പക്ഷെ നല്ല സാധ്യത, നല്ലൊരു സാധ്യത എഞ്ചിൻ ഫെയിലിയർ കാണുന്നത്. അല്ലെങ്കിൽ അതുപോലെ ഈ ഹഡ്സൺ റിവറിൽ പറയുന്ന പോലെ അതിലേക്ക് നയിക്കുന്ന താങ്കൾ ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ. ഈ ഹഡ്സൺ റിവറിലെ ഒരു ഇൻസിഡന്റ് ഇവിടെ കോട്ട് ചെയ്യണ്ടായി. അവിടെ സംഭവിച്ചെന്ന് പറഞ്ഞാൽ മൈഗ്രേറ്ററി ബേർഡ്സിന്റെ ഒരു പാത്ത് എയർക്രാഫ്റ്റ് ടേക്ക് ഓഫ് ചെയ്യുന്ന സമയത്ത് ക്രോസ് ചെയ്തപ്പോ, അതായത് ഒരുപാട് പക്ഷികൾ, അത് തന്നെ ഹെവി വെയിറ്റ് ഉള്ള ബേർഡ്സ് ആണ് അത്, ഒരുപാട് പക്ഷികൾ എഞ്ചിന്റെ ഉള്ളിലേക്ക് സക്ക് ചെയ്യും. അങ്ങനെ 2 എഞ്ചിൻ നഷ്ടപ്പെട്ട ഒരവസ്ഥയാണ്. പക്ഷെ അഹമ്മദാബാദിൽ അങ്ങനെ ഒരു മൈഗ്രേറ്ററി, ഈ 600 ഫീറ്റൊന്നും ഒരിക്കലും മൈഗ്രേറ്ററി ഇതിന്റെ പാത്ത് ഉണ്ടാവില്ല. അവിടെയുള്ള ചെറിയ പക്ഷികളും പരുന്തോ ഒന്നും ഒരു ഈ വിമാനത്തിന്റെ എഞ്ചിന്റെ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ ഒരാൾ അതിന്റെ ഉള്ളിൽ കയറി നിന്ന് കഴിഞ്ഞാൽ അയാളെ തല തട്ടൂല. അത്രയും വലിയ വിമാനങ്ങളാണ്. പിന്നെ ഇതിന്റെ എന്തെങ്കിലും ഒരു ബേർഡ് ഇഞ്ചക്ഷൻ ഒക്കെ ഉണ്ടെങ്കിൽ ഇതിന്റെ ടെക്നോളജിക്കലി തന്നെ അത് ഡിസൈൻ ചെയ്തിരിക്കുന്നത് അതിന്റെ ഔട്ടർ 1-2 ബ്ലേഡിൽ ചെറിയ ബെൻഡ് പറ്റുക, അല്ലെങ്കിൽ അത് ഔട്ടർ പുറത്തേക്ക് എഞ്ചിന്റെ കോറിന്റെ ഉള്ളിലേക്ക് പോകാനുള്ള സാധ്യത വളരെ കുറവാണ്. അപ്പൊ അത് അങ്ങനത്തെ ഫെയിലിയറിനുള്ള സാധ്യതയൊന്നും ഇവിടെ കാണുന്നില്ല. അങ്ങനെ ഒരു ഇതുണ്ടെങ്കിൽ അതിന് കുറച്ച് നേരമൊക്കെ പവർ റീറ്റെയിൻ ചെയ്യാൻ പറ്റും. ഇത് ടേക്ക് ഓഫിന് ശേഷം ഇമ്മീഡിയറ്റ് ആയിട്ട് എയർക്രാഫ്റ്റ് സ്റ്റാൾ ചെയ്യുന്നതാണ് കാണുന്നത്. ഒന്നില്ലെങ്കിൽ അതിൽ എന്തെങ്കിലും ഹൈഡ്രോളിക് പ്രോബ്ലമോ ഇലക്ട്രിക്കൽ പ്രോബ്ലമോ, ഈ പറയുന്ന ഫ്യൂവൽ ലൈനിൽ എന്തെങ്കിലും വരുന്ന ബ്ലോക്കേജോ, അല്ലെങ്കിൽ അഡൽട്ടേഡ് ആയിട്ടുള്ള ഫ്യൂവലോ, അല്ലെങ്കിൽ ഇംപ്യൂരിറ്റി ആയിട്ടുള്ള. പക്ഷെ ഇതൊക്കെ ഒന്ന് സാധ്യത വളരെ കുറവാണ്. കാരണം ഈ ഫ്യൂവലൊക്കെ ഫ്യൂവലിംഗ് ചെയ്യുന്നതിന് മുമ്പ് ഈ ഫ്യൂവലിന്റെ ഡെൻസിറ്റി മറ്റ് ടെസ്റ്റുകളൊക്കെ നടത്തിയതിന് ശേഷമാണ് ഫ്യൂൽ ചെയ്യുന്നത്. അതായത് ക്യാപ്റ്റൻ ആ പേപ്പറിൽ ഒപ്പിട്ടതിന് ശേഷമാണ് അവർ ഫ്യൂലിംഗ് തുടങ്ങുന്നത്. സാമ്പിൾ എടുത്ത് കാണിച്ച് അതിന്റെ ഡെൻസിറ്റിയും അതിന്റെ മോയ്സ്ചർ കണ്ടന്റും ഒക്കെ ടെസ്റ്റ് ചെയ്തതിന് ശേഷമാണ് ഫ്യൂലിംഗ് ചെയ്യുന്നത്. അപ്പൊ അതിനുള്ള സാധ്യതയൊക്കെ കുറവാണ്. ടെക്നിക്കൽ സാധ്യതകളാണ് കൂടുതൽ കാണുന്നത്.